ബലാത്സംഗ കേസിൽ മുകേഷ് എംഎൽഎക്കും ഇടവേള ബാബുവിന് മുൻകൂർ ജാമ്യം. എറണാകുളം സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. മുകേഷിനെതിരായ പീഡന പരാതിയിൽ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് കോടതി എടുത്തുകാട്ടുന്നത്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. മുകേഷ് ജാമ്യ ഹർജി നൽകിയ ശേഷം വീണ്ടും പോലീസ് നടിയുടെ മൊഴിയെടുത്തിരുന്നു. ഇതിൽ ആദ്യ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ മനസ്സിന്റെ ശക്തി നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ പേടിക്കില്ല. പരാതിക്കാരിയെ 2010 ഏതോ ഒരു ദിവസം മുകേഷ് പീഡിപ്പിച്ചുവെന്നാണ് പറയുന്നത്. തീയതി നടിക്ക് ഓർമ്മയില്ല. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഒന്ന് കുനിഞ്ഞു. ഏതോ ഒരു അജ്ഞാത ശക്തി. പിന്നൊന്നും ഓർമ്മയില്ലടോ. ആലുവയിലെ ഫ്ളാറ്റിൽ നിന്ന് മുകേഷ് കാറുമായി എത്തി നടിയെ കൂട്ടിക്കൊണ്ടുപോയെന്നാണ് മൊഴി. മരടിലെ വില്ലയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം മുകേഷ് തന്നെ ഇവരെ ആലുവയിലെ ഫ്ളാറ്റിൽ തിരികെ കൊണ്ടുപോയി വിട്ടതായും പറയുന്നു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇതിൽ എവിടെയാണ് നിർബന്ധിത ലൈംഗിക പീഡനം നടന്നതായി വെളിവാകുന്നതെന്നാണ് കോടതി ഉയർത്തുന്ന ചോദ്യം. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷമാണ് 2022 നടി 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് വാട്സപ്പ് സന്ദേശം അയക്കുന്നത്. ഇവരെ ഞാൻ അറിയും. സ്ഥിരം പരിപാടിയാ. കാശ് തന്നെ പ്രശ്നം. 2023 ഡിസംബർ 31 രാത്രി നടി മുകേഷിന് പുതുവത്സര ആശംസാ സന്ദേശവും അയച്ചിട്ടുണ്ട്. അതും പറഞ്ഞു. ഹാപ്പി ന്യൂ ഇയർ. ഇക്കാര്യവും നടി ആരോപിക്കുന്ന കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്നതിൽ സംശയം ജനിപ്പിക്കുന്നതായി മാറി. സന്തോഷായല്ലോ. ചേച്ചി പോട്ടെ. മുകേഷിന് ജാമ്യം നൽകിക്കൊണ്ടുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ കേസിന്റെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഞാൻ എല്ലാവരെയും പറ്റിച്ചു. ഞാൻ വെറുതെ കള്ളം പറഞ്ഞതാണ്. ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.